വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കേരള തീരത്ത് വീണ്ടും കപ്പൽ അപകടമുണ്ടായിരിക്കുകയാണ്. അഴീക്കലിന് സമീപമാണ് ഈ കപ്പലിന് തീപിടിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി CK വിജയൻ ചേരുന്നുണ്ട്. വിജയൻ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്നുള്ള പൂർണ്ണ വിവരം വന്നിട്ടില്ല. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിനാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് കോഴിക്കോട് ബേപ്പൂരിനും അതോടൊപ്പം തന്നെ അഴീക്കലിനും ഇടയിൽ, അതായത് നമ്മുടെ കോഴിക്കോടിനും തൃശ്ശൂരിനും ഇടയിലുള്ള ഭാഗത്താണ് ഏതാണ്ട് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. 40 ജീവനക്കാർ നിലവിൽ ഈ കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പൽ ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ അകലേക്ക് ഉണ്ടാകാൻ ആ റേഞ്ചിലാണ് ഇപ്പോൾ ഈ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. 40 പേർ അതിലുണ്ട്. വളരെ ഗുരുതരമായ ഒരു സംഭവമായിട്ടാണ് കോസ്റ്റ് ഗാർഡും ഈ പറയുന്ന നേവിയും എല്ലാം തന്നെ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും. ആള് കത്തുകയാണോ? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ചരക്ക് കപ്പലിന് തീപിടിച്ചു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും ലഭിക്കുന്നത്. കപ്പലിനകത്തേക്ക് എന്താണ് സംഭവിച്ചതെന്നോ എന്താണ് കാരണമെന്നോ ഏതാണ്ട് പൂർണ്ണമായും എത്ര കിലോമീറ്റർ അകലെയുള്ളതാണോ എന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഏതാണ്ട് ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ, അതായത് കോഴിക്കോടിനും തൃശ്ശൂരിനും ഇടയിലുള്ള പ്രദേശത്തെ തീരത്ത് നിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ കപ്പലുള്ളത്. അവിടെയാണ് ഈ കപ്പലിലെ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വിജയൻ? കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പൽ ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചരക്ക് കപ്പലായതുകൊണ്ട് തന്നെ തീപിടുത്തം കനത്തതാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം എന്താണ് ചരക്ക് എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. ഈ ചരക്കുകളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ തീപിടുത്തത്തിന്റെ ആഘാതം എത്രമാത്രം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഈ തീപിടുത്തത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടത് എന്തായാലും അതീവ ഗുരുതരമായ സംഭവമായിട്ടാണ് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം തന്നെ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തു നിന്നുമായിട്ട്, തൃശ്ശൂരിൽ നിന്നും അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ ഭാഗത്തു നിന്നുമായി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള കപ്പൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ജീവനക്കാരൊക്കെ സുരക്ഷിതരാണോ വിജയൻ? അത്തരം വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. അവരെ പരമാവധി ആൾക്കാരെ അപകടമില്ലാതെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും മുന്നിലുള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ഈ കപ്പലിന് ഏതാണ്ട് 120 കിലോമീറ്റർ തീരത്ത് നിന്ന് മാറിയാണ് തീപിടിച്ചിട്ടുള്ളത്. 18 ജീവനക്കാർ രക്ഷപ്പെട്ടു എന്നും കടലിലേക്ക് ചാടി, അവരുടെ രക്ഷാമാർഗങ്ങൾ ഉപയോഗിച്ച് കടലിലേക്ക് ചാടി എന്ന വിവരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കേരള തീരത്ത് വീണ്ടും കപ്പൽ അപകടം ഉണ്ടായിരിക്കുകയാണ്. അഴീക്കലിന് സമീപമാണ് ഈ കപ്പലിന് തീപിടിച്ചിട്ടുള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ കപ്പലിനാണ് തീപിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 40 പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ് കപ്പലിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേവിയും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. CK വിജയൻ തുടരുന്നുണ്ട്. വിജയൻ, വലിയൊരു തീപിടുത്തമായിട്ട് തന്നെയാണോ ഈ അപകടമുള്ളത്? കാരണം ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കപ്പലിലുള്ള ജീവനക്കാരൊക്കെ പുറത്തെത്തിയിട്ടുണ്ടോ? അതായത് അവർ ചാടി രക്ഷപ്പെടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ? തീർച്ചയായും ഉണ്ട്. കപ്പലിനകത്ത് തീപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞോ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അതിനകത്ത് തന്നെ കുറെ സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഭാഗമായാണ് ഏതാണ്ട് ഇപ്പോൾ 20 പേർ കടലിലേക്ക് രക്ഷാമാർഗങ്ങൾ ഉപയോഗിച്ച് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത് എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ വിഷയമായാണ് ഇപ്പോൾ ഇതിനെ കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം തന്നെ കാണുന്നത്. ഈ ചരക്ക് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അല്ലേ വിജയൻ? ഇല്ല, ചരക്ക് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായും വ്യക്തത വന്നിട്ടില്ല. കണ്ടെയ്നറുകൾ പരമാവധി കപ്പലിൽ തീപിടുത്തം ഒഴിവാക്കുന്നതിന് വേണ്ടി മാറ്റിയിടാൻ കഴിയുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നാണ് അവിടെ നിന്നും അറിയിക്കുന്നത്. സ്വാഭാവികമായി ഇത് സംബന്ധിച്ച് ഈ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ടീം അടുത്ത് എത്താത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകളൊക്കെ കടലിൽ വീണ ഒരു അവസ്ഥയിലാണോ വിജയൻ ഇപ്പോഴുള്ളത്? ആ രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ ആഘാതം കൊണ്ട് ഈ കപ്പലിനകത്തുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. കപ്പലിലെ ചരക്കുകൾ കടലിലേക്ക് വീണു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ രക്ഷാദൌത്യത്തിനായിട്ട് കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ സ്ഥലത്തേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ കപ്പലിൽ 40 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട്. ഇവർ സ്വാഭാവികമായിട്ടും കടലിലേക്ക് ചാടിയിട്ടുണ്ടാകണം. ആ കാര്യത്തിലൊക്കെ കൂടുതൽ വിവരം വരേണ്ടതുണ്ട്. ഇപ്പോൾ അഴീക്കലിന് സമീപമാണ് ഈ കപ്പലിന് തീ പിടിച്ചിട്ടുള്ളത്. വീണ്ടും ഒരു കപ്പൽ അപകടമാണ് കേരള തീരത്ത് ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്ക ഈ ഒരു സാഹചര്യത്തിലുണ്ട്. എന്തായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ കപ്പലിലുള്ള ചരക്ക് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിന് വരും മണിക്കൂറുകളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിജയൻ തുടരുന്നുണ്ടെങ്കിൽ ഈ ഒരു അപകടം എപ്പോഴാണ് അറിഞ്ഞത്? കൃത്യസമയത്ത് തന്നെ രക്ഷാപ്രവർത്തനവും മറ്റും നടത്താൻ സാധിക്കുന്നുണ്ടോ?
തീർച്ചയായും അപകട വിവരങ്ങൾ ലഭ്യമായ ഉടൻ തന്നെ, അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും രക്ഷാപ്രവർത്തനം അടങ്ങിയ വാഹനങ്ങൾ ഈ കടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കപ്പലിന്റെ അടുത്തേക്ക് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ എത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ ട്രാക്കിംഗ് ഓരോ സമയത്തും ഇവർ തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പരമാവധി ആൾക്കാരെ അതിൽ നിന്ന് രക്ഷിക്കുക എന്ന ശ്രമത്തോടു കൂടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം തന്നെ ഇതിൽ ഇടപെടുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി 18-ലധികം പേർ ഇപ്പോൾ കടലിൽ ചാടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീപിടുത്തത്തിന്റെ ആഘാതം എത്രമാത്രം വലുതാണ് എന്ന കാര്യത്തിലും ഇപ്പോൾ പൂർണ്ണമായും വിവരം ലഭ്യമായിട്ടില്ല. കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം ചേർന്ന് ഈ തീപിടുത്തം തടയുകയും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ആൾക്കാരെ പരമാവധി രക്ഷിക്കുകയും ചെയ്യുക എന്ന പ്രാഥമികമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.